ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് വെച്ചിട്ടുള്ളത് പപ്പാളിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരട്ടെ. അതിനായിട്ട് ഞാൻ പപ്പാളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി, 2 പച്ചമുളക്, ഒരു വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എപ്പോഴും വെക്കുന്ന പോലെ പരിപ്പിട്ടിട്ടോ ഒന്നും അല്ല കേട്ടോ അത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളി പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നല്ലൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റുകയാണെങ്കിൽ നമുക്ക് തക്കാളി വേഗം വെന്തുടഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാലേൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 അല്ലി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നല്ലൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒറ്റ വിസിലടിച്ചാൽ മതിയേ. അപ്പോൾ തന്നെ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ പപ്പാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി 2-3 അല്ലി ചെറിയുള്ളിയും കൂടി എടുത്തിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഒരു തള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളെപ്പോഴും പപ്പാളിയൊക്കെ കിട്ടുമ്പോൾ ഉപ്പേരി അല്ലെങ്കിൽ അച്ചാർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ ജീരകവും ഒക്കെ ഇട്ട് വെക്കുമ്പോൾ ശരിക്കും ഒരു ഇറച്ചിക്കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ നമുക്ക് അതൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉണക്കമുളകും കടുവും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ഒന്ന് ചുമന്ന് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പരിപ്പില്ലാതെ ഇതുവരെ ഞാൻ പപ്പാളി ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പരിപ്പില്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പപ്പാളി കറി വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. കടിക്കാണെങ്കിലും ചോറിന് കൂട്ടാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് വെറുതെ പറയുന്നതൊന്നും അല്ല കേട്ടോ. കറി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ പപ്പാളിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടൊക്കെ ഒന്ന് പറയണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.